നീ നേരത്തെ വന്നോ? നേരത്തെയോ? സമയം വരെ. അയ്യോ, നെറ്റ് നോക്കിയിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഞാൻ ഒരു സാൻഡ്വിച്ച് കൊണ്ടുവന്നുണ്ട്. അത് നന്നായി. അപ്പം അക്കോമഡേഷൻ മാത്രമല്ല, എന്നെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ പരിപാടിയൊന്നും ഇല്ലേ? ഇച്ചയ്ക്കൊരു കാര്യം അറിയോ? ഞാൻ ജനിച്ച സ്ഥലം ഇവിടുന്ന് ഒരു 3 hour ഡ്രൈവേ ഉള്ളൂ. ഞാൻ ഗൂഗിൾ മാപ്പ് തപ്പി നോക്കി. അത് കൊള്ളാലോ. പോകുന്നുണ്ടോ? വകയിലൊരു വല്യമ്മ മാത്രമേ ഉള്ളൂ അവിടെ. നമുക്ക് ഒരുമിച്ച് വിടാം ഒരു ദിവസം. ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു പണ്ട്. ഇച്ച കേട്ടിട്ടുണ്ടാവും, മണലിക്കര. അല്ല, നിന്റെ നാട് എവിടെയാ? ഒരെണ്ണം എടുക്കും. ഇല്ല, ഞാൻ കഴിച്ചിട്ട് വന്നേ. സിദ്ധാർത്ഥ് സാറ് ഇപ്പൊ കുറച്ച് തടിച്ചു എന്ന് തോന്നുന്നു. പഴയ ഫോട്ടോ കണ്ടോ? എന്തൊരു ഗ്ലാമറാ. ഇതൊക്കെ അങ്ങേരെ തട്ടിപ്പന്നെ എല്ലാം ഫോട്ടോഷോപ്പ് ചെയ്തേക്കണതാ. ഓ പിന്നെ ഫോട്ടോഷോപ്പ്. പിന്നെ ആ തലയുണ്ട് ഇവിടെ. എന്റെ ഫേസ്ബുക്ക് നിർത്തി നോക്കി, നെടുങ്കണ്ടഷാജി.com. ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ടുള്ളൂ കാര്യം. പുതിയ ഫോട്ടോ. നിനക്കൊക്കെ എ സിയിൽ സുഖിച്ചിരുന്ന് എന്തേലും ഉണ്ടാക്കി തന്ന് വിട്ടാ മതി. ഉള്ള വെയിലും കൊണ്ട് ക്ലയൻസിന്റെ വായിരിക്കുന്നേക്കുന്നത് ഞങ്ങളാ. നീ ഇത് നോക്ക്. ഇതിനിപ്പോ എന്താണ് ഇത്ര വലിയ കുഴപ്പം? കുഴപ്പം ക്ലയൻസിനോട് ചോദിക്കടാ, അപ്പൊ പറഞ്ഞു തരും അവര്. ഇത് ഞാൻ ചെയ്ത ഡിസൈൻ ഒന്നുമല്ല, സിദ്ധാർത്ഥ് സാർ ചെയ്ത. ആര് ചെയ്താലും കൊള്ളാം. ഒരു ഡിസൈനിന്റെ വാല്യൂ അറിയാത്ത നിന്നെപ്പോഴുള്ളമായിട്ട് ഇത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒന്ന് പോടാ. ടോം, നമുക്കിഷ്ടപ്പെടാത്തൊരു കാര്യം മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. ആര് ചെയ്ത ഡിസൈൻ ആയാലും ടോം കൺവിൻസ്ഡ് അല്ലെങ്കിൽ അത് ക്ലയൻസിനെ കൊണ്ട് കാണിക്കരുത്. ഓക്കെ? ടോം, സിദ്ധാർത്ഥ് സാറ് എത്ര തല പൊങ്ങിട്ട് ഒരു ഡിസൈൻസ് ഉണ്ടാക്കുന്നത് നിനക്കറിയോ? നീ എന്തിനാ ഇഷ്യൂ ഉണ്ടാക്കുന്നത്? ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞുള്ളൂ. ഹെഡ് ഓഫീസിൽ വലിയ പുലിയാണെന്നൊന്നും ക്ലയൻസിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവനെ കൊണ്ട് മര്യാദയ്ക്ക് സംസാരിക്കണം. മനു, മനു വെയിറ്റ്. നീക്ക് ചുമ്മാ ക്ലയന്റ് അടുത്ത് പോയി കത്തി വെക്കുന്നതല്ല. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഞാൻ സമാധാനം. നീ ഇതെപ്പോ വന്നു? ഞാൻ ചുമ്മാ ഇതിലെ പോയപ്പോൾ കയറിയതാ. സിദ്ധാർത്ഥ ബിസി ആയിരുന്നു. സ്മോക്ക് ഹൗസ് ഒന്ന് ഓഫാണോ? നീ സ്റ്റാഫിനോട് കുറച്ചുകൂടി സോഫ്റ്റായിട്ട് പെരുമാറണം സിദ്ധു. പുതിയ ആളല്ലേ, ചുമ്മാ മസിൽ പിടിച്ച് ബോറാക്കണ്ട. എന്നെ ഉപദേശിക്കാനാണോ സാർ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഞാൻ കേട്ടുപോകാത്ത ബഹളമല്ല, അതുകൊണ്ട് പറഞ്ഞ. ആ, ഇന്നിനി എനിക്ക് വർക്ക് ചെയ്യാൻ മൂടില്ല. നീ വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോൾ വരാം. സിദ്ധു വേഗം വരണേ. ഇപ്പം വരാടാ, ഒരു 5 minutes.
സർ വൈബ് സോണിൽ നിന്നാണ്. സർ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതെ സർ, അതെ. ഞാനത് സാറിന് മെയിൽ ചെയ്യാം. അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം സാറിന് ഒരു റിവേർട്ട് തരാൻ സാധിക്കുമോ? ഫൈനലൈസേഷന് വേണ്ടിയിട്ടാണ്. സാർ മെയിൽ ഐ ഡി ഒന്ന് പറയാമോ? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? ഞാൻ ശ്രദ്ധിച്ചില്ല സർ. ഹലോ, ആ പറയൂ സർ. ഹലോ. ഇന്ന് നേരത്തെ ഇറങ്ങാൻ പറ്റുമോ? ഒരു ഗസൽ കോൺസേർട്ട് ഉണ്ട്, പോവാം. ഇന്ന് ഞാൻ ഫ്രീയാ. ഇച്ച എവിടെ വന്നിരുന്നു? ഇപ്പോൾ കാണുന്നില്ല. ഞാനിവിടെ സ്മോക്ക് ഹൗസ് എത്തി. അവനവിടെ ഉണ്ടല്ലോ. വേഗം വാ. ബൈ. ഹലോ. ഓക്കെ. എവിടെ വരെ ഈ പ്രാക്ടീസൊക്കെ? ആ, അതൊക്കെ ഇങ്ങനെ നടക്കുന്നു. വലിയ തിരക്കൊന്നുമില്ലല്ലോ. ഒരു മ്യൂസിക് കോൺസേർട്ട് ഉണ്ട്, പോയാലോ? സിദ്ധു ഇപ്പം എത്തും. എവിടെ? അവനവിടെ ഓഫീസിലെ മാനം നോക്കിയിരിപ്പുണ്ടോ? ചുരുങ്ങിയതൊരു അരമണിക്കൂറെങ്കിലും എടുക്കും. നോക്കിക്കോ. അതിന് നീ അവിടെ പോയിരുന്നോ? ഇഷ്ടമുള്ളവരുടെ എത്താൻ ഒന്ന് കണ്ണടച്ചാൽ പോരെ? വലിയ ഡയലോഗ് അടിക്കാത്ത മറുപടി പറ. വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ലടോ, ഈവനിങ് ടൈമല്ലേ, ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്ന സമയം. നിങ്ങൾ പോയിട്ടോ. ഓക്കെ. ഓക്കെ.